പറയാണ് നിങ്ങൾ എന്തായാലും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അല്ലേ, നിങ്ങളൊന്ന് കിസ് ചെയ്ത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ ഇവരുടെ ഭീഷണി പ്രകാരം വേറൊന്നും ചെയ്യാനില്ലാതെ ചെന്നിയാൻ അവനെ അങ്ങനെ കിസ് ചെയ്യാണ്. ആ ഒരു കിസ്സിന് ശേഷം അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം വരാണ്. എവിടുന്നോ നടന്നു പോയൊരു പെൺകുട്ടിയെ അവൻ്റെ പേരിൽ ഉപദ്രവിച്ചു എന്ന പേരിലായിരുന്നു അവൻ്റെ ദേഷ്യം. അവൻ അങ്ങനെ അവരെ തിരിച്ചടിക്കുന്നു. പക്ഷെ ആ അടി അവന് കൂടുതൽ തല്ലേൽക്കുന്നതിലേക്കാണ് പോകുന്നത്. അവരെ തിരിച്ച് അവനിട്ട് പഞ്ഞിക്കിടാണ്. അങ്ങനെ ഒരു കാര്യമില്ലാത്ത പ്രശ്നത്തിൽ ഇടപെടാൻ പോയ ചെന്നിയാൻ്റെ ഫോണും ദേ കംപ്ലൈൻ്റ് ആയി. പോരാത്തതിന് അവളുടെ പോക്കറ്റ് മണിയും അവന്മാർ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന ചെന്നിയാനെ കാത്ത് ഷിയോബൈ ഉണ്ടായിരുന്നു. നമ്മുടെ കഥാനായകൻ്റെ പേരാണ് ഷിയോബൈ. അവൻ ഇന്നലെ അവളുടെ കയ്യിൽ നിന്നും അവന്മാരടിച്ചെടുത്ത കാശ് തിരികെ കൊടുക്കാനാണ് വന്നത്. അങ്ങനെ ആ കാശ് കൊടുക്കുമ്പോൾ അവൾ പറയാണ് എൻ്റെ കയ്യിൽ ബാക്കി തരാൻ ചേഞ്ച് ഇല്ല എന്ന്. അപ്പോഴാണ് അവളുടെ കയ്യിലെ പൊട്ടിയ ഫോൺ അവൻ ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ കടയിലേക്ക് പോയി ആ ഫോൺ അവൻ തന്നെ നന്നായി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുകയാണ്,